+1 കെമിസ്ട്രി ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഫോക്കസ് ഏരിയ യൂണിറ്റ് 1 അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പഠിച്ചു, അതുപോലെ തന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പഠിച്ചു. ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലാർ മാസ്. ഓക്കെ, അപ്പോൾ അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലാർ മാസ് എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റോമിക് മാസും ആവറേജ് അറ്റോമിക് മാസും. അറ്റോമിക് മാസ് AMU-ലാണ് പറയുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ് AMU. അതിപ്പോൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് യു ആക്കിയിട്ടുണ്ട്. യു മീൻസ് യൂണിഫൈഡ് മാസ്. AMU മീൻസ് അറ്റോമിക് മാസ് യൂണിറ്റ്, യു മീൻസ് യൂണിഫൈഡ് മാസ് അല്ലേ. അതിൽ നിന്ന് തന്നെ ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു ന്യൂമറിക്കൽ ചെയ്ത് നോക്കാം. ദെൻ next topic coming in this heading is molecular mass. What is meant by molecular mass and how do we calculate molecular mass? And then formula mass. So what is meant by formula mass and for what type of molecules we will be calculating formula mass. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. So നമ്മുടെ topic atomic and molecular mass. So first of all we are going to learn what is meant by atomic mass. Okay, now അറ്റോമിക് മാസ് പറയാനായിട്ട് ഓൾറെഡി നമുക്കറിയാം, ആറ്റത്തിന്റെ മാസിനെയാണ് നമ്മൾ അറ്റോമിക് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അറ്റോമിക് മാസ് പറയാനായിട്ട് ഓൾറെഡി നമുക്ക് ഒരുപാട് ആറ്റംസ് ഉണ്ട് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ. ആ എലമെന്റുകളിലെ ഓരോ എലമെന്റുകൾക്കും ആറ്റംസ് ഉണ്ട്. അപ്പോൾ ആ ആറ്റത്തിന്റെ മാസ് പറയാനായിട്ട് നമ്മൾ ചെയ്യുന്നത് IUPAC റൂൾ അനുസരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എലമെന്റിനെ നമ്മൾ ബേസിക് ആയിട്ട് എടുക്കും. അപ്പോൾ ആക്ച്വലി കാർബൺ 12 എന്നുള്ള എലമെന്റിനെയാണ് ബേസിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ്. ഈ കാർബൺ 12 ആറ്റത്തിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എലമെന്റുകളുടെ മാസ് കാർബൺ 12 ആറ്റത്തിന്റെ മാസ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു സംശയം വരുന്നത്, എന്തുകൊണ്ടാണ് കാർബൺ 12നെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്? കാരണം പീരിയോഡിക് ടേബിളിൽ നമുക്ക് ഒരുപാട് എലമെന്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെന്റുകളുള്ള സ്ഥിതിക്ക് എന്തുകൊണ്ട് കാർബൺ 12നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു? അതിന് പ്രത്യേകിച്ച് റീസൺ എന്ന് പറയുന്നത്, കാർബൺ 12 കാർബണിന് നമുക്ക് ഒത്തിരി ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. അപ്പോൾ ഈ ഐസോടോപ്പുകളിലെ എല്ലാം മാസ് എടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറ്റോമിക് മാസ് ഒരു റഫ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫിഗർ ആയിട്ട് അധികം ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഇല്ലാതെ ഒരു ഹോൾ നമ്പർ ആയിട്ട് വരുന്നത് കാർബൺ ആണ്, കാർബൺ 12-നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് കാർബൺ 12നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ള എലമെന്റുകളുടെ മാസ് കാർബൺ 12ന്റെ അറ്റോമിക് മാസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ അറ്റോമിക് മാസ് ഇസ് ബേസ്ഡ് ഓൺ കാർബൺ 12 ആസ് ദി സ്റ്റാൻഡേർഡ്. ഓക്കെ, ദെൻ കാർബൺ 12 ഈസ് വൺ ഓഫ് ദ ഐസോടോപ്സ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇത് 12 കാർബൺ അല്ല, കാർബൺ 12. ഓക്കെ, നൗ ഈ കാർബൺ 12 ഈസ് അസൈൻഡ് ആസ് മാസ് ഓഫ് എക്സാക്ട്ലി 12 അറ്റോമിക് മാസ് യൂണിറ്റ്. അതായത് കാർബൺ 12ന്റെ മാസ് നമ്മൾ 12 അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ഒരു കാർബൺ 12 ആറ്റാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാസ് 12 അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. ഇത് കാർബൺ 12 ആറ്റമാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഒരു 12 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 2, 3, ഓക്കെ, 1, 2, 3, 4 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ഈക്വൽ ആയിട്ടല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 12 അറ്റോമിക് മാസ് യൂണിറ്റ് ഉണ്ടെന്നാണ് പറയുക. 12 അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് AMU എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു പോർഷനാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ ഒരു കുഞ്ഞു പോർഷനാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്, 1 AMU. ഓക്കെ, അപ്പോൾ എല്ലാ ആറ്റത്തിൻ്റെയും മാസ് നമ്മൾ കാർബൺ 12ന്റെ മാസ്സായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു. ഓക്കെ, സോ കാർബൺ 12ന്റെ മാസ് എന്ന് പറയുന്നത്, കാർബണിന് നമുക്കറിയാം 12 ആണ് അറ്റോമിക് മാസ്. അപ്പോൾ 12 ഗ്രാം ആയിട്ട് എടുക്കും. അത് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് പറയുമ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് തന്നെ പറയണം, 12 അറ്റോമിക് മാസ് യൂണിറ്റ്. ഇത് നമ്മൾ ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 പോർഷനെയാണ്, ഈ കുഞ്ഞു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അതായത് കാർബൺ 12
1/12 ആയിട്ട് അതിൻ്റെ 1/12 എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാർബൺ 12 ആറ്റത്തിൻ്റെ അല്ലേ, കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 എടുത്തു. ഈ 1/12 എങ്ങനെ വന്നു? നമ്മൾ 12 ഈക്വൽ പാർട്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ 12 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഒരു പോർഷൻ കിട്ടി. ആ ഒരു പോർഷനെയാണ് 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് പഠിക്കണം. എത്ര ഗ്രാം ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് കൂടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. 1 atomic mass unit, okay, is defined as a mass exactly equal to 1/12 of the mass of 1 carbon 12 atom. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കാർബൺ 12 ആറ്റം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 കിട്ടുന്നതാണ്. 1/12 നമ്മൾ ഈക്വൽ പാർട്ടായിട്ട് 12 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലെ 1 യൂണിറ്റിനെയാണ് എന്ത് പറയുക? 1 അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ വാല്യൂ ഇത്രയാണ്, 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഇതിങ്ങനെ വരണം, 10⁻⁻24 ഗ്രാം. ഓക്കെ, ഇത് വേർഡിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത്, അതുകൊണ്ടാണ് ഇത് പവർ താഴേക്ക് ഇറങ്ങി വരുന്നത്. 1.66056 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് മെൻ ബൈ അറ്റോമിക് മാസ് യൂണിറ്റ് and what is the mass of 1 AMU? അതും പഠിച്ചിരിക്കണം. Now നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് അറിയാം. ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് നമുക്ക് ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൽ എങ്ങനെ പറയാം, ഇൻ ടേംസ് ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റിൽ എങ്ങനെ പറയാൻ നോക്കാം. അപ്പോൾ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇത്രയുമാണ്, 1.6736 ഇൻറ്റു 10⁻⁻24 ഗ്രാം. ഓക്കെ, ഇനി ഇത് അറ്റോമിക് മാസ് യൂണിറ്റിൽ പറയാനായിട്ട് ചെയ്യുന്നത്, ഹൈഡ്രജൻ്റെ മാസ് എടുക്കുന്നു. ഹൈഡ്രജൻ്റെ മാസിനെ നമ്മൾ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഹൈഡ്രജൻ്റെ മാസ് എത്രയാണ്? 1.6736 ഇൻറ്റു 10⁻⁻24. ഓക്കെ, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 1 AMU. ഇത് ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. 1.66056 ഇൻറ്റു 10⁻⁻24. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1.0078 AMU. നമ്മളത് റൗണ്ട് ചെയ്യുമ്പോൾ 1.0080. നമ്മൾ റഫായിട്ട് എഴുതുന്നത് 1.008 അറ്റോമിക് മാസ് യൂണിറ്റ്. ഓക്കെ, ഇതാണ് ഒരു ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ഇൻ ടേംസ് ഓഫ് അറ്റോമിക് മാസ് യൂണിറ്റിൽ. റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ അറ്റോമിക് മാസ് യൂണിറ്റ് എന്നുള്ളത് റീപ്ലേസ് ചെയ്തിട്ട് യൂണിഫൈഡ് മാസിലാണ് പറയുന്നത്. ഓക്കെ, സോ ഈ പോയിന്റ് നമ്മൾക്ക് മനസ്സിലാക്കി വെക്കണം. AMU ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ U. എന്താണ് U എന്നുള്ളത്? യൂണിഫൈഡ് മാസ്. അപ്പോൾ AMU എന്നുള്ള പ്ലേസിൽ നമ്മൾ എഴുതുന്നത് U എഴുതുന്നതേ ഉള്ളൂ. ഓക്കെ, സെയിം തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ വരും, പക്ഷേ AMU എന്ന് പകരം നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് എഴുതി പോകുന്നത് U ആണ്. U മീൻസ് യൂണിഫൈഡ് മാസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ആവറേജ് അറ്റോമിക് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. എപ്പോഴാണ് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് പറയുന്നത്? ആവറേജ് അറ്റോമിക് മാസ് പറയുന്നത് എപ്പോഴും എലമെൻറ്റുകൾക്ക് ഐസോടോപ്സ് വരുമ്പോഴാണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള ഓൾമോസ്റ്റ് ഒരുപാട് എലമെൻറ്റുകൾക്ക് ഐസോടോപ്പുകളുണ്ട്. ഐസോടോപ്പ് എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്പുകളായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രജന് ഡിഫറെൻറ്റ് ഐസോടോപ്സ് ഉണ്ട്. ഹൈഡ്രജന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ക്ലോറിൻ ഐസോടോപ്സ് ഉണ്ട്, നൈട്രജൻ ഐസോടോപ്സ് ഉണ്ട്, ഒരുപാട് എലമെൻറ്റുകൾക്ക് ഐസോടോപ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഐസോടോപ്പുകൾ വരുമ്പോൾ ആ എലമെൻറ്റുകളുടെ എല്ലാം മാസ് എടുത്തിട്ട് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കാർബൺ 12ൻ്റെ അല്ലെങ്കിൽ കാർബൺ എന്നുള്ള എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് പറയുന്നത്. സോ ആവറേജ് അറ്റോമിക് മാസ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് ഐസോടോപ്പിക് സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഓക്കെ, അത് ആദ്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ കാർബണിൻ്റെ ഐസോടോപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, കാർബൺ 12. അപ്പോൾ അത് റിലേറ്റീവ് അബണ്ടൻസ് പറഞ്ഞിട്ടുണ്ട്. റിലേറ്റീവ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചറിൽ, നമ്മുടെ പ്രകൃതിയിൽ, അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ എർത്തിൽ എന്തുമാത്രം കാർബൺ 12 ഉണ്ട് അതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. 98.892% കാർബൺ 12 ഉണ്ട്. ഓക്കെ, ഈ കാർബൺ 12ൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് AMUയിൽ. എത്രയാണ്? 12. നൗ സെക്കൻഡ് ഐസോടോപ്പാണ് കാർബൺ 13. ഓക്കെ, അതിൻ്റെ അബണ്ടൻസ് നോക്കൂ, എന്തുമാത്രം ഉണ്ട് പെർസെൻറ്റേജ്? ഓൺലി 1.108% ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് AMUയിൽ എത്രയാണ്? 13.00335. ഓക്കെ, നൗ കാർബൺ 14 ഐസോടോപ്പ്.
അതിൻ്റെ അബൻഡൻസ് എന്തുമാത്രമുണ്ട് നേച്ചറിൽ? 2 × 10⁻⁻10. അത് ഭയങ്കര കുറവാണ്. ഓക്കെ, വളരെ അതേ 0.000009 സീറോസ് ഇട്ടിട്ട് ഒരു 2 ഇടുന്നു. ഭയങ്കര കുറവാണിത്. ഓക്കെ, അതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണ്? 14.00317. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനു വേണ്ടി ചെയ്യുന്നത് ആവറേജ് ആയിട്ട്, ഇപ്പം നമ്മൾ കാർബണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ, ഓക്കെ, ഇത് ചെയ്യാനായിട്ട് ചെയ്യുന്നത് കാർബണിൻ്റെ റിലേറ്റീവ് അബൻഡൻസ് എടുക്കുക. ഇപ്പോൾ കാർബൺ 12ൻ്റെ ആദ്യം എടുക്കുക, 98.892. ഇത് പെർസെൻറ്റേജ് ആയതാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. ഓക്കെ, ഇൻറ്റു അതിൻ്റെ മാസ്, അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണ്? 12. ഓക്കെ, പ്ലസ് നെക്സ്റ്റ് കാർബൺ 13 ഐസോടോപ്പ് എടുക്കുക. അതിൻ്റെ എത്രയാണ് പെർസെൻറ്റേജ്? 1.108 ഡിവൈഡഡ് ബൈ 100 ചെയ്യാം. ഓക്കെ, ഇൻറ്റു അതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് എത്രയാണ്? 13.00335. ഓക്കെ, നൗ പ്ലസ് തേർഡ് വൺ ഏതാണ്? കാർബൺ 14. കാർബൺ 14ൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് നേച്ചറിൽ? 2 × 10⁻⁻10. ഭയങ്കര ചെറിയ വാല്യൂ ആണത്. ദെൻ ഡിവൈഡഡ് ബൈ 100. ഓക്കെ, എന്തിനാ ഡിവൈഡ് ബൈ 100 ചെയ്യണേ? അത് പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ്. ദെൻ ഇൻറ്റു അതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ്, വാട്ട് ഈസ് ദാറ്റ്? 14.00317. ഓക്കെ, ഇനി ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാർബൺ 12ൻ്റേത്, കാർബൺ 13, ദിസ് വൺ ഈസ് കാർബൺ 14. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ 12.011. ഓക്കെ, ഇതാണ് കാർബണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ്. അപ്പം നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റിൽ പറയുന്നില്ല, യൂണിഫൈഡ് മാസിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ യു എഴുതുന്നു. അപ്പോൾ അതിൻ്റെ യു എഴുതണം. യു മീൻസ് അതിൻ്റെ യൂണിറ്റ്, യൂണിഫൈഡ് മാസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിലേറ്റീവ് അബൻഡൻസ് എടുക്കുക, അതായത് നേച്ചറിൽ എന്തുമാത്രം അത് പ്രസൻ്റ് ആണെന്ന് നോക്കുക, അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു അതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ്, എന്നിട്ട് നെക്സ്റ്റ് ഐസോടോപ്പ് എടുക്കുക, ദെൻ തേർഡ് ഐസോടോപ്പ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ആവറേജ് അറ്റോമിക് മാസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് മോളിക്കുലർ മാസ് എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് മോളിക്കുലർ മാസ്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. മോളിക്കുലർ മാസ് എന്നുള്ളത് ഓൾറെഡി അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ മോളിക്യൂളിൻ്റെ മാസ്, ആ മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ടോ ആ ആറ്റത്തിൻ്റെ മാസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് മോളിക്കുലർ മാസ് കിട്ടുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ നൗ? മോളിക്കുലർ മാസ് ഈസ് ദി സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ ഏതൊക്കെ ആറ്റംസ് പ്രസൻ്റ് ആണ്, ആ ആറ്റത്തിൻ്റെ എല്ലാം അറ്റോമിക് മാസ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അതുതന്നെയാണ് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ എടുക്കണം എന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ അറ്റോമിക് മാസ് എടുക്കുന്നു. പിന്നെ ഓക്സിജൻ എടുക്കുന്നു, അതിൻ്റെ അറ്റോമിക് മാസ് എടുക്കുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ, മോളിക്കുലർ മാസ് ഓഫ് മീഥെയ്ൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു കാര്യം, ഈ മോളിക്കുലർ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് യുവിൽ പറയണം കേട്ടോ, യൂണിഫൈഡ് മാസിൽ പറയണം. അറ്റോമിക് മാസ് ആണെങ്കിലും മോളിക്കുലർ മാസ് ആണെങ്കിലും നമ്മൾ യൂണിഫൈഡ് മാസിൽ വേണം പറയാനായിട്ട്. യു എന്നുള്ള സിമ്പിൾ ഇട്ട് വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം മീഥെയ്ൻ എന്നുള്ള മോളിക്കുലർ സിമ്പിൾ എന്താണ്? CH4. നമ്മൾ കെമിസ്ട്രിയിൽ, ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ പഠിച്ചു. സിമ്പിൾ ആൽക്കൈൻ ആണ്, ഫസ്റ്റ് ആൽക്കൈൻ ആണ് മീഥെയ്ൻ. അതിൽ കാർബൺ ഉണ്ട്, 4 ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തല്ലോ. കാർബണിൻ്റെ അറ്റോമിക് മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു? ആവറേജ് അറ്റോമിക് മാസ് എടുത്തിട്ട് ചെയ്തു അല്ലേ. കാർബണിൻ്റെ 3 ഐസോടോപ്പ് എടുത്തു, എന്നിട്ട് അതിൽ നിന്ന് ആവറേജ് അറ്റോമിക് മാസ് എടുത്തു. അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ ഐസോടോപ്സ് എടുത്തിട്ട് ഹൈഡ്രജൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എടുത്തതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് എടുത്തു 12.011. യു എന്താ? യൂണിഫൈഡ് മാസ്. പ്ലസ് ഓക്കെ, എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 4 ചെയ്യണം. 4 ഇൻറ്റു ഒരു ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 1.008 യു. ഓക്കെ, 1.008 എവിടുന്ന് വന്നു? അത് ഹൈഡ്രജൻ്റെ 3 ഐസോടോപ്പ് എടുത്തിട്ട് അതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഈ വാല്യൂസ് കാണാതെ പഠിക്കണം. കാർബണിൻ്റെ മാസും അതുപോലെ തന്നെ ഹൈഡ്രജൻ്റെ മാസും. 12.011 യു പ്ലസ് 4 ഇൻറ്റു 1.008. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാർബണിൻ്റെ മാസമായിട്ട് ആഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് 16.043 യു. ഓക്കെ, ഇതാണ് നമ്മുടെ മീഥെയ്ൻ മോളിക്യൂളിൻ്റെ മോളിക്കുലർ മാസ്. പിന്നെ അതുപോലെ തന്നെ
നെക്സ്റ്റ് സിമ്പിൾ എലമെന്റ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത വാട്ടറിന്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് മോളിക്യൂളിൽ വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വാട്ടറിന്റെ ഫോർമുല എന്താണ്? H2O. ഓക്കെ, സോ 2 ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ, പിന്നെ ഒരു ഓക്സിജൻ. അപ്പൊ 2 ഹൈഡ്രജന്റെ മാസ് എടുക്കണം. സോ 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഒരു ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്രയാണ്? 1.008 ഇൻറ്റു 2 പ്ലസ് ഓക്സിജന്റെ അറ്റോമിക് മാസ് 16U യൂണിഫൈഡ് മാസ്. ഓക്സിജന്റെ മാസ് കൂടെ ആഡ് ചെയ്തു. സോ വി വിൽ ഗെറ്റ് 18.02U. ഇതാണ് വാട്ടറിന്റെ മോളിക്കുലർ മാസ്. അപ്പോൾ റഫ്ലി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ 18 എന്നുള്ള നമ്പർ എടുക്കാറുള്ളൂ. കാരണം 2 എന്നുള്ളത് കുറച്ച് സ്മോളർ നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ ഫിഗർ റൗണ്ട് ചെയ്ത് തരുമ്പോൾ 18 എന്നുള്ള വാല്യൂ ഇട്ടേ ചെയ്യാറുള്ളൂ. പക്ഷേ നിങ്ങൾ സാധാരണ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പ്രോബ്ലംസ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ന്യൂമറിക്കൽ വാല്യൂ, ഐ മീൻ ഡെസിമൽ പോയിന്റ് കൂടി ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ യു എന്നുള്ളത് മറക്കാതെ ഇടണം. അത് അതിന്റെ സിമ്പിളാണ്. യൂണിഫൈഡ് മാസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അറ്റോമിക് മാസ് ആണെങ്കിലും മോളിക്കുലർ മാസ് ആണെങ്കിലും. ഇനി ഇതിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഫോർമുല മാസ്. ഓക്കെ, എന്താണ് ഫോർമുല മാസ്? എന്താണ് ഈ മോളിക്കുലർ മാസും ഫോർമുല മാസും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഈ ഫോർമുല മാസ്, മോളിക്കുലർ മാസ് നമുക്ക് ഏത് മോളിക്യൂളിനും പറയാൻ പറ്റും, എക്സെപ്റ്റ് ഇൻ അയണിക് കോമ്പൗണ്ട്സ്. അയണിക് കോമ്പൗണ്ട്സിൽ നമ്മൾ ഫോർമുല മാസ് മെയിൻലി പറയുന്നത് അയോണിക് കോമ്പൗണ്ടുകൾക്കാണ്. എന്താണ് അയണിക് കോമ്പൗണ്ടുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയോണിക് കോമ്പൗണ്ടുകൾ നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ഞാനിവിടെ എഴുതട്ടെ. അയോണിക് കോമ്പൗണ്ട്സ് എന്താണ്? അയോണിക് കോമ്പൗണ്ടുകൾ അതിന്റെ ആ കോമ്പൗണ്ടിൽ ഇപ്പൊ നമ്മൾ NaCl എടുത്തിട്ട് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എപ്പോഴും പഠിക്കുന്നത് NaCl ആണ്. ഇതൊരു അയോണിക് കോമ്പൗണ്ട് ആണ്. കാരണം ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ മോളിക്യൂളിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് പോസിറ്റീവും നെഗറ്റീവ് അയോണായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കോമ്പൗണ്ടുകൾ അയോണിക് കോമ്പൗണ്ടുകൾ. പിന്നെ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു അയോണിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഒരു സ്ട്രക്ചർ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ കണ്ടോ, ഈ ഗ്രീൻ കളറും പർപ്പിൾ കളറായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ സ്മോൾ എന്നുള്ളത് കാറ്റയോൺ ആണ്. ഈ പർപ്പിൾ കളറിൽ കാണുന്നത് Na+ അയോണും ഗ്രീൻ കളറിൽ കാണുന്നത് Cl- അയോണുമാണ്. ഓക്കെ, ഇത് ഇതിന്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. അതായത് സ്പേസിൽ ഈ മോളിക്യൂൾ, നമ്മുടെ ആക്ച്വൽ സ്ട്രക്ചറിൽ ഈ മോളിക്യൂൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ഫോർമുലയാണിത്. അപ്പൊ ഈ സ്ട്രക്ചറിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് 3 ഡയമെൻഷണൽ വ്യൂ ചെയ്തിട്ട് നമുക്ക് എക്സാക്ട്ലി നമുക്ക് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ താഴത്തെ സ്ട്രക്ചറിലേക്ക് നോക്കിക്കേ, ക്രിസ്റ്റൽ ലാറ്റിസ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാ പറയുന്നത്. സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എത്ര അയോണുകൾ ഉണ്ട്, ഒരു സോഡിയം അയോണിന് എത്ര ക്ലോറൈഡ് അയോൺ ഉണ്ട്, അതുപോലെ ഒരു ക്ലോറൈഡ് അയോണിന് എത്ര സോഡിയം അയോൺ ഉണ്ട് എന്ന് കൊടുക്കുന്നതാണ് ക്രിസ്റ്റൽ ലാറ്റിസിൽ. കണ്ടോ, ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്, ഈ ക്രിസ്റ്റൽ ലാറ്റിസിലെ കളർ ഡിഫറെന്റ് ആണ്. ഇത് Na+ ആണ്. ഈ Na+ന് ചുറ്റുമായിട്ട് നമുക്ക് എത്ര Cl- ഉണ്ട്? 3+3. കണ്ടോ, 6 Cl- ഉണ്ട്. അതായത് ഒരു സോഡിയം അയോണിന്, ഒരു സിംഗിൾ സോഡിയം അയോണിന് ചുറ്റും നമുക്ക് 6 Cl- അയോൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരു Cl- അയോൺ സറൗണ്ട് ചെയ്യുന്നത് 6 Na+ ആണ്. ഇതിനെ കോർഡിനേഷൻ നമ്പർ എന്നാ പറയാം. ഒരു അയോണിനെ നമ്മൾക്ക് ചുറ്റും നൈബറിങ്, എത്ര നൈബറിങ് ആറ്റംസ് ഉണ്ട് അതിന് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയും. നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ്. ഒരു സോഡിയം അയോണിന് ചുറ്റും 6 ക്ലോറൈഡ് അയോണും ഒരു ക്ലോറൈഡ് അയോണിന് ചുറ്റും 6 Na+ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ NaCl എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അത് സിംഗിൾ സ്ട്രക്ചർ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ അയോണിക് കോമ്പൗണ്ടുകൾക്ക് ഇങ്ങനെ 3 ഡയമെൻഷണൽ വ്യൂവിൽ നമുക്ക് ലാറ്റീസിൽ, അതായത് ലാറ്റിസ് സൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോളിക്യൂൾ, ഈ അയോണുകൾ ഇരിക്കുന്ന ഭാഗം, അതിൽ സ്ട്രക്ചറിൽ 3 ഡയമെൻഷണൽ വ്യൂവിൽ നമുക്ക് ഒരു സോഡിയം അയോണിന് 6 ക്ലോറൈഡ് അയോണും ഒരു സിംഗിൾ ക്ലോറൈഡ് അയോണിന് 6 Na+ അയോണും ഉണ്ട്. ഓക്കെ, Na+, അതായത് 1 Na+ അയോൺ is surrounded by 6 Cl- ion and vice versa, which means that 1 Cl- ion is surrounded by 6 Na+ ion. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും അത് സറൗണ്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ അയോണിക് കോമ്പൗണ്ടുകളിലാണ് നമ്മൾ ഫോർമുല മാസ് മോസ്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി നമുക്കറിയാം, അതിന്റെ ഫോർമുല NaCl എന്നാണ് അല്ലേ. NaCl, Na+Cl-. അപ്പൊ ഇതിൽ അറ്റോമിക് മാസ് ഓഫ് സോഡിയം, അതിനോടുകൂടി അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 യൂണിഫൈഡ് മാസ് U പ്ലസ് ക്ലോറിൻ്റെത് 35.5. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58.5 U. ഓക്കെ, അപ്പൊ ഇതാണ് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല മാസ്. നിങ്ങൾക്ക് ഫോർമുല മാസും മോളിക്കുലർ മാസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർമുല മാസ് മോസ്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയോണിക് കോമ്പൗണ്ടുകൾക്കാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ മാസം എഴുതുമ്പോൾ എപ്പോഴും യു എന്നുള്ള സിമ്പിൾ ഇടാൻ മറക്കരുത്, കാരണം അത് യൂണിഫൈഡ് മാസമാണ്. നമുക്കിതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, ന്യൂമറിക്കൽസ് ഉണ്ട്. ന്യൂമറിക്കൽസ് നമ്മൾ ഇതിൽ എല്ലാ ഫോർമുല ഫോക്കസ് ഏരിയയുടെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇതിൻ്റെ ഒരു വർക്ക്ഷീറ്റ് ചെയ്ത് നോക്കാം. ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചിട്ട് നമുക്കൊരു വർക്ക്ഷീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് വരുന്നത് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലർ മാസിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. അറ്റോമിക് മാസ് എന്താണെന്ന് പറഞ്ഞു, അത് 1 AMU എന്താണെന്ന് പഠിച്ചു. ഓക്കെ, അറ്റോമിക് മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആവറേജ് അറ്റോമിക് മാസ് പഠിച്ചു. അതുപോലെ തന്നെ ആവറേജ് അറ്റോമിക് മാസ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്? ഐസോടോപ്സ് വരുമ്പോൾ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് മോളിക്കുലർ മാസ് പഠിച്ചു, ദെൻ ഫോർമുല മാസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിന് ന്യൂമറിക്കൽസ് നമുക്ക് ലാസ്റ്റിൽ ഒരു വർക്ക്ഷീറ്റിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഫോക്കസ് ഏരിയയിൽ വരുന്നത് മോൾ കോൺസെപ്റ്റ് ആണ്. മോൾ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ മോൾ കോൺസെപ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് ലിമിറ്റിംഗ് റിയേജൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ന്യൂമറിക്കൽസ്. ഓക്കെ ചിൽഡ്രൻ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലംസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ബൈ ചിൽഡ്രൻ.